മലപ്പുറത്തേക്ക് വന്നാൽ പാണക്കാട് വലിയ ഭീതി ഉയർത്തിക്കൊണ്ടാണ് ആളുകൾ നോക്കി നിൽക്കെ മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് നിന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 30ഓളം കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അപകട സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജിയോളജിക്കൽ വകുപ്പിന്റെ കാലാവധി ജൂണിൽ അവസാനിച്ചിട്ടുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും റിനിഷ റഫീഖ് പറഞ്ഞു. ഞാനിപ്പോൾ വെരിഫൈ ചെയ്തു. ജിയോളജിയിൽ ജൂൺ മാസത്തിൽ അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ജൂൺ 19 ജിയോളജിയുടെ കാലാവധിയും തീർന്നു. മുനിസിപ്പാലിറ്റിയുടെ കാലാവധി 20-ാം തീയതി ജൂൺ 20 അത് തീർന്നിട്ടുണ്ട്. അപ്പൊ നിലവിൽ പെർമിഷൻ ഇല്ല. ഇതിൽ ആരാണോ അൺഓതറൈസ്ഡ് ആയിട്ട് എന്താ ചെയ്തിട്ടുള്ളത്, നഗരസഭയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. മുഖം നോക്കാതെ നടപടിയെടുക്കും. അത്രയുള്ളൂ. ജംഷീർ കൊടിഞ്ഞ് വിശദാംശങ്ങൾ നൽകും. ജംഷീർ, വലിയ ഞെട്ടലും നടുക്കവും ഒക്കെ ബാക്കിയാണ്. കൺമുന്നിൽ വലിയൊരു മണ്ണിടിച്ചിൽ ആ നാട്ടുകാരും പ്രദേശവാസികളും ലോകമാകെയും കണ്ടത്. ആ മേഖലയിലാകെ ഒരു പക്ഷേ വലിയ ഭീഷണി അതിൻ്റെ തൊട്ടപ്പുറത്തും സമീപ പ്രദേശങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ടാകും. അതനുസരിച്ച് എന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആ മേഖലയിലാകെ നൽകിയിട്ടുണ്ട്? എത്ര പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്? എന്താണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി അവിടെ? സൈഫു, ഇപ്പോൾ ഈ മലയുടെ, അതായത് ഈ കുന്ന് ഇടിഞ്ഞതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള 30ഓളം കുടുംബങ്ങളെയാണ് സമീപത്തെ പാണക്കാട് ഹൈസ്കൂളിലേക്ക് മാറ്റിയിരിക്കുന്നത്. സുരക്ഷ മുൻനിർത്തിയാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. മണ്ണിടിഞ്ഞ ആ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ADMന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം, ജിയോളജി വകുപ്പ് ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും മഴ ശക്തമായി തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ആ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച സമയത്ത് വീണ്ടും ആ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് വീണ്ടും മണ്ണ് താഴേക്ക് പതിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ മണ്ണ് വീണ്ടും പതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ മണ്ണ് നീക്കുന്നത് സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥ സംഘം അവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ മീറ്ററുകൾക്ക് മാറിയിട്ടാണ് ഇവിടെ ഉദ്യോഗസ്ഥ സംഘം നിൽക്കുന്നത്. ഫയർഫോഴ്സും പോലീസും ഒക്കെ ഉണ്ട്. ഇനി ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് ആരെയും കടത്തിവിടുന്നില്ല. ഏതാണ്ട് 100 മീറ്റർ ഇപ്പുറമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ നിൽക്കുന്നത്. കാരണം ഇപ്പോഴും ആ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ട്. മഴ പെയ്യുന്നതോടെ മുകളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ച് വരികയാണ്. അതുകൊണ്ട് ഒട്ടും സുരക്ഷിതമല്ല അവിടെ നിൽക്കുന്നത്. നമ്മൾ ആ സമയത്ത് ആദ്യം വന്ന സമയത്ത് ചെറിയ തോതിലായിരുന്നു മണ്ണൊലിച്ചിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് മണ്ണ് കുത്തിയൊലിച്ച് താഴേക്ക് വന്നത്. നമുക്ക് പലർക്കും ഓടാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ കുത്തിയൊലിച്ചു വന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറാമാൻ മണ്ണിലകപ്പെട്ടു. നമ്മളൊക്കെ തന്നെ അവിടുന്ന് വളരെ വേഗത്തിൽ ഓടിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു സാഹചര്യമാണിപ്പോൾ. വളരെ വലിയ മണ്ണിടിയുന്ന ഒരു നിലവിലെ ഒരു സാഹചര്യത്തിൽ മണ്ണ് അവിടെ ഇപ്പോഴും ഇടിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമീപ പ്രദേശങ്ങളിലെ കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതാണ്. ചെങ്കുത്തായ ഒരു പ്രദേശത്ത് എങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതാണ് ആരോപണം ഉയർന്നിരുന്നത്. അതിലിപ്പോൾ നഗരസഭ ചെയർപേഴ്സൺ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ജിയോളജി പാറ പൊട്ടിക്കാൻ ജിയോളജിയിൽ നിന്നും അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നഗരസഭയിൽ നിന്നും അവർക്ക് അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ അനുമതി ഈ ജൂൺ മാസത്തോടു കൂടി തീർന്നതാണ്. ആ ജൂൺ മാസത്തിൽ തീർന്നതിന് ശേഷം 19-20 ദിവസങ്ങളിലായി ജൂൺ 19-20 ദിവസങ്ങളിലായി പാറ പൊട്ടിക്കാനും ആ നിർമ്മാണം മണ്ണ് നീക്കാനും ഒക്കെ അനുമതി അവസാനിച്ചതാണ്. അതിനുശേഷവും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. അതാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമായത്. ശക്തമായ മഴയുള്ള സമയത്ത് ഏതാനും ദിവസങ്ങൾക്ക് 2 ദിവസം മുൻപ് വരെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതാണ്. അപ്പം മഴ തുടങ്ങിയ ആ സമയത്ത് വരെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയരുന്നത്. അതാണ് ഇത്തരത്തിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലേക്ക് നീങ്ങിയത് എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി കർശനമായ നിർദ്ദേശം നഗരസഭയ്ക്ക് നൽകിയിരിക്കുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ലൈസൻസ് ഉടൻ റദ്ദ് ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ്, പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഇതിലൂടെയുള്ള പരപ്പനങ്ങാടി മഞ്ചേരി റൂട്ടിലുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. മണ്ണ് ഈ ഘട്ടത്തിൽ നീക്കാൻ കഴിയില്ല. മഴ മാറി
മാറി നിൽക്കാതെ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയില്ല. മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. മണ്ണ് നീക്കം ചെയ്യണമെങ്കിൽ ആ പ്രദേശത്തേക്ക് പോകണമെങ്കിൽ, രക്ഷാപ്രവർത്തനത്തിന് ആ പ്രദേശത്തേക്ക് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർക്ക് പോകണമെങ്കിൽ അവിടെ സുരക്ഷിതമാവണം. ഇപ്പോഴും മഴ പെയ്യുന്നു, മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയില്ല എന്നാണ് ADM ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന് കഴിയില്ല. ഒരുപക്ഷെ നാളെയൊക്കെ ആയിരിക്കും. മഴ മാറി നിന്ന് കുറേ സമയം, മണിക്കൂറുകളോളം മഴ മാറി നിൽക്കണം. അങ്ങനെയെങ്കിൽ നാളെയോട് കൂടിയൊക്കെ ആയിരിക്കും മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.